Hi everyone, welcome back. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ഒരു മോഡൽ പേപ്പർ കാണാം. ഫസ്റ്റ് വൺ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, ഈച്ച് carries 1 score. The hints of a revolt are given below. Identify the revolt. നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് ഒരു റിവോൾട്ടിനെ പറ്റിയുള്ള. ആ റിവോൾട്ട് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഹിൻ്റ് ആണ്, ഇറ്റ് ബ്രോക്ക് ഔട്ട് ഇൻ 1857 എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ടുണ്ടായ ഒരു റിവോൾട്ടാണ്. അത് ഉണ്ടായത് 1857 അതിൻ്റെ നെക്സ്റ്റ് ഹിൻ്റ് ആണ്, ദ ഇമ്മീഡിയറ്റ് കോസ് വാസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രീസ്ഡ് കാട്രിഡ്ജസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ റിവോൾട്ട് ഉണ്ടാവാനുള്ള കാരണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സാന്താൾ റെബല്യൻ, റിവോൾട്ട് ഓഫ് 1857, ആറ്റിങ്ങൽ റിവോൾട്ട്, പൈക്ക റെബല്യൻ. ഏതാണ് ഇതിൻ്റെ ആൻസർ? റിവോൾട്ട് ഓഫ് 1857. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. രാജാറാം മോഹൻ റോയ്, പണ്ഡിത രമാഭായ്, ആനി ബെസന്റ്, ദാദാഭായ് നവറോജി. ഇനി സെക്കൻഡ് കോളത്തിൽ തന്നിരിക്കുന്നത് സ്റ്റാർട്ടഡ് ദ ഹോം റൂൾ ലീഗ്, സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ബ്രഹ്മ സമാജ്, early leader of Indian national movement, started a shelter called Sharada Samaj. So first one, Rajaram Mohan Roy. Rajaram Mohan Roy started a social reform movement Brahma Samaj. Then Pandita Ramabai started a shelter called Sharada Samaj. Annie Besant started the Home Rule League. Dadabhai Navroji, early leader of Indian national movement. Next one, choose the correct option based on the following statements. First statement, the rotation of the earth causes day and night. Day and night ഉണ്ടാക്കുന്നത് എർത്തിന്റെ റൊട്ടേഷൻ ആണ്. Statement 2, the revolution of the earth around the sun causes the change of seasons. Revolution of earth around the sun എന്താണ് ഉണ്ടാക്കുന്നത്? ചേഞ്ച് ഓഫ് സീസൺസ്. വാട്ട് അബൌട്ട് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇത് ഏത് പേഴ്സൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഹി വാസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഹി വാസ് വൺ ഓഫ് ദ ഏർലി ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹി എക്സ്പ്ലെയിൻഡ് ഹൗ ഇന്ത്യാസ് വെൽത്ത് വാസ് ബീങ് ഡ്രെയിൻ ടു ബ്രിട്ടൻ. എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്തതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹി റോട്ട് ദ ഫേമസ് ബുക്ക് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഹൂ ഈസ് എ പേഴ്സൺ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബാൽ ഗംഗാധർ തിലക്, ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി. ഇതിന്റെ ആൻസർ ദാദാഭായ് നവറോജി. Answer the questions from 5 to 7 in 2 or more sentences. Each carries 2 score. ഇനി 2 marks questions ആണ്. അതിൽ ഫിഫ്ത്ത് വൺ, what will be the time at 1 degree east and 1 degree west when it is 10 a.m. at Greenwich Meridian, that is 0 degree longitude. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ 10 AM ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈസ്റ്റിലും 1 ഡിഗ്രി വെസ്റ്റിലുള്ള ടൈം എത്രയാണ്? 1 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും? 1 ഡിഗ്രി ഈസ്റ്റിൽ നമ്മൾ പ്ലസ് 4 മിനിറ്റ്സ് കൂട്ടണം. ഈ 1 ഡിഗ്രി വെസ്റ്റിൽ മൈനസ് 4 മിനിറ്റ്സ്. സോ 10 AM മൈനസ് 4 മിനിറ്റ്സ്, ദാറ്റ് ഈസ് 9:56 AM. ഈസ്റ്റിലാവുമ്പോൾ 10:04 AM. Okay. Then, when it is 9 p.m. at Greenwich Meridian, that is 0 degree longitude, what will be the time at 30 degree east? 0 degree longitude ടൈം എത്രയാണ്? 9 PM. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ഈസ്റ്റിൽ എത്രയാണ് ടൈം? അതായത് ഇവിടെ എത്രയാണ് ഡിഫറൻസ്? ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. സോ ഡിഫറൻസ് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി, സോ 1 ഡിഗ്രിക്ക് എത്രയാണ്? 4 മിനിറ്റ് വരും. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 30 × 4, ദാറ്റ് ഈസ് 120 മിനിറ്റ്സ്. 120 മിനിറ്റ്സ് എന്ന് പറയുന്നത് 2 hours ആണ്. സോ 0 ഡിഗ്രിയിൽ 9 PM ആണെങ്കിൽ 30 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യണം, 2 hours കൂടെ ആഡ് ചെയ്യണം. സോ 9 PM + 2 hours, ദാറ്റ് ഈസ് 11 PM. 11 PM ആണ് 30 ഡിഗ്രി ഈസ്റ്റിലുള്ള ടൈം.
ഇനി നമുക്ക് ഈ ട്രീ ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th വൺ. ഇന്ത്യൻ എക്കണോമിസ്റ്റിനെ പറ്റിയുള്ളതാണ് ഈ ട്രീ. അതിൽ ഫസ്റ്റ് ആളാരാണ്? ചാണക്യ. അതവിടെ കൊടുത്തിട്ടുണ്ട്. എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം. ദെൻ ദാദാബായ് നവറോജിയാണ് ദ ഡ്രെയിൻ തിയറിയുടെ ആള്. ദെൻ നെക്സ്റ്റ് സെൽഫ് സഫിഷ്യൻസി ഡീസെൻട്രലൈസേഷൻ, ഇതാരാണ്? മഹാത്മാഗാന്ധി. ദെൻ അമർത്യ കുമാർ സെൻ, അദ്ദേഹമാണ് വെൽഫെയർ എക്കണോമിക്സ്. ദെൻ പോവർട്ടി ഇറാഡിക്കേഷൻ, അത് അഭിജിത് വിനായക് ബാനർജി. നെക്സ്റ്റ് വൺ, സ്റ്റഡി ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ എക്കണോമിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഐഡിയ. ഇവിടെ കുറച്ച് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റ് ആരാന്ന് പറയണം. ഫസ്റ്റ് വൺ, the rise of smartphone industries led to the decline of tape recorders, video players and film cameras. The answer ആരാണ്? J.A. Schumpeter. Next one, government intervention is needed to solve economic problems. Economic problems solve ചെയ്യാൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണമെന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ്, അതാണ് J.M. Keynes. Next one, trade between two countries can benefit both countries and increase the welfare of the people. ഇത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു? ഡേവിഡ് റിക്കാർഡോ. നെക്സ്റ്റ് വൺ, the basis of production is the labor of the workers. ഇത് കാൾ മാർക്സിന്റെയാണ്. നെക്സ്റ്റ് വൺ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 11 in 3 or more sentences. Each carries 3 score. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. What is the standard meridian of India? Explain its importance in determining Indian Standard Time, that is IST. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ എന്താണെന്ന് ആദ്യം പറയണം. 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, അതാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ചോസൺ ബിക്കോസ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7.5 degree. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ പറയണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ the local time at 82.5 degree east longitude is called Indian Standard Time. The standard meridian of India ഏതാണ്? 82.5 degree east longitude. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ടൈം ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. This IST is ahead of Greenwich Mean Time by 5 hours 30 minutes. എന്തുകൊണ്ടാണ്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 82.5 degree. സോ 82.5 into 4 ചെയ്യുക. 1 degree എന്ന് പറയുന്നത് 4 minutes ആണ്. സോ 82.5 into 4, ദാറ്റ് ഈസ് 330 minutes. 330 minutesനെ നമ്മൾ അവേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ 5 hours 30 minutes എന്ന് കിട്ടും. സോ IST ഈസ് ahead of Greenwich Mean Time by 5 hours 30 minutes. Explain the reasons for the discovery of the eastward sea route. Eastward sea route കണ്ടുപിടിക്കാനുള്ള കാരണങ്ങൾ. അതിൻ്റെ ഫസ്റ്റ് റീസൺ ആണ് അഡ്വാൻസസ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്, സെയിലിംഗ്, മാപ്സ് ആൻഡ് ദ കോമ്പസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ട്രാവൽ റൈറ്റിംഗ്സ് എഴുതാം. കാരണം ട്രാവൽ റൈറ്റിംഗ്സിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടി പുതിയ ലാൻഡ്സിനെ പറ്റി. ട്രാവൽ റൈറ്റിംഗ്സ് ഗേവ് ഇൻഫോർമേഷൻ അബൌട്ട് ന്യൂ ലാൻഡ്സ്. ദെൻ ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ്. ഏഷ്യൻ പ്രോഡക്ട്സിന് നല്ല ഡിമാൻഡ് ആയിരുന്നു. ദെൻ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതൊക്കെയാണ് ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഡിസ്കവർ ചെയ്യാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ മിക്സഡ് ഇക്കോണമി? മെൻഷൻ എനി 2 features ഓഫ് എ മിക്സഡ് ഇക്കോണമി. 3 marks ആണ്. സോ what is a mixed economy? A mixed economy is an economic system that combines features of both capitalist and socialist economies. സോ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയും സോഷ്യലിസ്റ്റ് ഇക്കണോമിയും കൂടെ കമ്പൈൻ ചെയ്തതാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. സോ ദർ ഇസ് എ കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. ദെൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എലോങ് വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻ. ഇൻഡിവിജ്വൽ ഫ്രീഡവും ഉണ്ട്. ദെൻ സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആർ ഗിവൺ ഇമ്പോർട്ടൻസ്. ഈ മിക്സഡ് ഇക്കോണമിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ വെൽഫെയറിനും പ്രോഫിറ്റബിലിറ്റിക്കുമാണ്. ദെൻ ദ ഗവൺമെൻറ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അത്യാവശ്യ സർവീസുകൾക്കും ഗുഡ്സിനുമാണ് ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കുന്നത്. വാട്ട് വാസ് എ ഹോം റൂൾ ലീഗ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. 3 marks ആണ്.
സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് ഹോം റൂൾ ലീഗ് എന്ന് എഴുതുക. ദ ഹോം റൂൾ ലീഗ് വാസ് ലെഡ് ബൈ ആനി ബെസന്റ് ആൻഡ് ബാൽ ഗംഗാധർ തിലക് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ദ മെയിൻ എയിം വാസ് ടു അച്ചീവ് ഹോം റൂൾ ഓർ സെൽഫ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഒരു സെൽഫ് ഗവൺമെൻറ് വേണം എന്നുള്ളതാണ് അതിൻ്റെ എയിം. ദെൻ ആനി ബെസന്റ് ആൻഡ് തിലക് ട്രാവൽഡ് അക്രോസ് ദ കൺട്രി. അപ്പോൾ കൺട്രി മൊത്തം അവർ ട്രാവൽ ചെയ്തു. പ്രൊമോട്ടഡ് ദ മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് മെനി ബ്രാഞ്ചസ്, അങ്ങനെ കുറേ സ്ഥലത്ത് കുറേ ബ്രാഞ്ചസ് ഉണ്ടാക്കി. ആനി ബെസന്റ് വാസ് ലേറ്റർ ഇലക്റ്റഡ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1917. ഇതൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് 12 and 13 in 4 or more sentences. ഈ 12നും 13നും 4 മാർക്സ് വീതമാണുള്ളത്. സോ 12th question, find out and list the impact of Portuguese contact in India in different areas. അപ്പോൾ പല ഏരിയാസിൽ പോർച്ചുഗീസ് കോണ്ടാക്റ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. സോ ആദ്യം പൊളിറ്റിക്കൽ ഫീൽഡ് എഴുതാം. പൊളിറ്റിക്കൽ ഫീൽഡിൽ ദ പോർച്ചുഗീസ് ബിൽറ്റ് ഫോർട്ട് മാനുവൽ അറ്റ് കൊച്ചി, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ഫോർട്ടായ ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ ബിൽറ്റ് ചെയ്തു. ദെൻ ദേ റൂൾഡ് കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദ്യൂ. ഇവിടെയൊക്കെ അവർ ഭരിച്ചു. ദെൻ ദേ ഇൻട്രൊഡ്യൂസ്ഡ് യൂറോപ്യൻ മിലിറ്ററി ട്രെയിനിങ് വെപ്പൺസ്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ഫീൽഡിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ സെക്ടർ. അവിടെ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാഷ്യൂ, പപ്പായ, ഗുവ ആൻഡ് പൈനാപ്പിൾ. ദെൻ നോളജ് സെക്ടർ. നോളജ് സെക്ടറിൽ എന്തൊക്കെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ്? ദേ പോപ്പുലറൈസ്ഡ് പ്രിൻറ്റിംഗ് ടെക്നോളജി. ദെൻ സ്റ്റാർട്ടഡ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ്. ഇനി കൾച്ചറൽ സെക്ടറിൽ പോർച്ചുഗീസുകാർ എന്തൊക്കെ ചെയ്തു? ദേ പോപ്പുലറൈസ്ഡ് ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിങ്സ്. ദെൻ മെനി പോർച്ചുഗീസ് വേർഡ്സ് ബിക്കെയിം പാർട്ട് ഓഫ് മലയാളം. ഇനി അടുത്ത ക്വസ്റ്റിന് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ മേജർ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് 4 മാർക്സ് ആണ്. സോ അതിൻ്റെ പോയിന്റ്സ് എഴുതാം. ഫസ്റ്റ് വൺ, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷൻ ഓഫ് സതി. അബോളിഷൻ ഓഫ് സതിയാണ് ഫസ്റ്റ് പോയിന്റ്. ദ നെക്സ്റ്റ് വൺ, ഹി സ്റ്റാർട്ടഡ് സ്കൂൾസ് ടു ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ. സോ ഫസ്റ്റ് വൺ അബോളിഷൻ ഓഫ് സതി, ദെൻ മോഡേൺ എഡ്യൂക്കേഷൻ. ദ നെക്സ്റ്റ് വൺ, ഹി ഫൗണ്ടഡ് Brahma Samaj as a social reform movement. So he was a founder of Brahma Samaj. Then he fought against social evils such as child marriage and polygamy. Then argued that women have the right to inheritance. ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയുടെ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ്. 4 മാർക്സ് ആണ്. ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721. ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ കോസസും അതിൻ്റെ സിഗ്നിഫിക്കൻസും എഴുതാൻ. 4 മാർക്ക്. ദ ബ്രിട്ടീഷ് ഇൻ്റർഫിയർഡ് ഇൻ ദ പെപ്പർ ട്രേഡ് ആൻഡ് ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ദ ആറ്റിങ്ങൽ റീജൻ. അവർ പെപ്പർ ട്രേഡിലും ഇന്റേണൽ അഫയേഴ്സിലൊക്കെ ഇടപെട്ടു ബ്രിട്ടീഷുകാർ. ദർ അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് കമ്മ്യൂണൽ ഡിവിഷൻസ് എമംഗ് ദ പീപ്പിൾ ഇൻക്രീസ്ഡ് റിസൻമെൻറ്റ്. അവർ കമ്മ്യൂണൽ ഡിവിഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ. ഇൻ 1721, എ ബ്രിട്ടീഷ് കണ്ടിൻജന്റ് ഓഫ് 140 സോൾജേഴ്സ് ലെഡ് ബൈ ഗിഫോർഡ് വാസ് അറ്റാക്ഡ് ആൻഡ് കിൽഡ് ബൈ ദ ലോക്കൽ പീപ്പിൾ. ലോക്കൽ പീപ്പിള് 140 സോൾജേഴ്സിനെ വധിച്ചു. ദ ബ്രിട്ടീഷ് ഫോർട്ട് അറ്റ് അഞ്ചുതെങ്ങ് വാസ് സറൗണ്ടഡ് ആൻഡ് blockaded, making the revolt significant as the first organized popular uprising against British rule in Kerala. കേരളത്തിൽ ബ്രിട്ടീഷിനെതിരെ ഫസ്റ്റ് ഓർഗനൈസ്ഡ് പോപ്പുലർ അപ്രൈസിംഗ് ആണ് ഈ ആറ്റിങ്ങൽ റിവോൾട്ട് എന്നുള്ളത്. അത് അഞ്ചുതെങ്ങിലാണ് ബ്രിട്ടീഷ് ഫോർട്ട്, അഞ്ചുതെങ്ങിലുള്ള ബ്രിട്ടീഷ് ഫോർട്ടാണ് ഇവർ സറൗണ്ട് ചെയ്തത്. ഇനി 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ സമ്മർ സോൾസ്റ്റൈസ് ആൻഡ് വിന്റർ സോൾസ്റ്റൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സമ്മർ സോൾസ്റ്റൈസ് എന്താണെന്ന് എഴുതാം. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ സൺസ് അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് വേർഡ്സ് നോർത്ത് ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം 21st March to 21st June. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ പൊസിഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫ്രം 21st March
March to 21st June. As a result of this, on 21st June, the northern hemisphere experiences the longest day and the shortest night. So 21st ജൂണിലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും. ദിസ് ഡേ ഈസ് നോൺ ആസ് സമ്മർ സോൾസ്റ്റൈസ്. ഇതിനാണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ കാണാം. സമ്മർ സോൾസ്റ്റൈസ്. നേരത്തെ ഇക്വിനോക്സ് നടക്കുമ്പോൾ സണ്ണിൻ്റെ റേസ് ഡയറക്റ്റ്ലി വെർട്ടിക്കലി ആയിട്ട് ഇക്വേറ്ററിലാണ് ഫോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോയി? സി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ. സോ ജൂൺ 21st ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും. നെക്സ്റ്റ് വൺ, വിന്റർ സോൾസ്റ്റൈസ്. In the southern hemisphere, the sun's apparent position shift from the equator to the Tropic of Capricorn during the period from 23rd September to 22nd December. സദേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ പൊസിഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 23rd September to 22nd December. As a result of this, on 22nd December, the southern hemisphere experiences the longest day and shortest night. This day is known as winter solstice. So, southern hemisphere longest ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും എന്നായിരിക്കും 22nd December. അതാണ് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. നമുക്ക് വിന്റർ സോൾസ്റ്റൈസിൻ്റെ ഒരു പിക്ചർ കാണാം. സി, സെപ്റ്റംബർ 23rd മുതൽ ഡിസംബർ 22nd വരെ നമ്മുടെ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഡിസംബർ 22nd ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയർ. ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. സണ്ണിൻ്റെ റേസ് വെർട്ടിക്കലി ഫോളോ ചെയ്യുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th one. And our first option, explain the importance of Battle of Plassey and Battle of Buxar. So first Battle of Plassey പറ്റി എഴുതുക. The Battle of Plassey was fought in 1757. ഇനി ആരാരെ ഡിഫീറ്റ് ചെയ്തു? റോബർട്ട് ക്ലൈവ് ഡിഫീറ്റഡ് സിറാജുദ്ദൗള. സിറാജുദ്ദൗള ബംഗാളിലെ നവാബായിരുന്നു. Then this victory marked the beginning of British political dominance in India. Bengal was rich in agriculture. The land tax collected from Bengal helped the British conquer more territories. നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് ബുക്സാറിനെ പറ്റി എഴുതുക. ബാറ്റിൽ ഓഫ് ബുക്സാർ എന്നാണ്? 1764. ആരാരെ ഡിഫീറ്റ് ചെയ്തു? ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ഷാ ആലം ടു ഷുജാഉദ്ദൗള ആൻഡ് മിർ ഖാസിം. The company gained the right to collect taxes in Bihar, Bengal and Orissa, strengthening its administration. The next option, explain the following. Battle of Kolachal, Ferrell's Law. First, Battle of Kolachalne പറ്റി എഴുതുക. Battle of Kolachal was fought in 1741 between Marthandavarma of Travancore and the Dutch at Kolachal near Kanyakumari. അപ്പോൾ എന്നാണ് 1741 ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ ആൻഡ് ഡച്ച്. എവിടെ വെച്ചാണ് നടന്നത് ബാറ്റിൽ ഓഫ് കൊളച്ചൽ? അറ്റ് കൊളച്ചൽ നിയർ കന്യാകുമാരി. മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച്. മാർത്താണ്ഡവർമ്മ ഡച്ചിനെ പരാജയപ്പെടുത്തി. ദിസ് എൻഡഡ് ഡച്ച് സൂപ്രമസി ഇൻ ഇന്ത്യ. അങ്ങനെയാണ് ഡച്ച് സൂപ്രമസി ഇന്ത്യയിൽ അവസാനിച്ചത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ ആൻ ഇന്ത്യൻ റൂളർ. അടുത്തത് ഫെറൽസ് ലോ. ഫെറൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂ ടു Coriolis effect, moving bodies like winds and ocean currents get deflected from their original path on the earth's surface. അതിനാണ് ഫെറൽസ് ലോ എന്ന് പറയുന്നത്. കൊറിയോളിസ് ഇഫക്റ്റ് കാരണം നമ്മുടെ മൂവിങ് ബോഡീസ്, അതായത് വിൻഡ്സ്, ഓഷ്യൻ കറൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിൻ്റെ ഒറിജിനൽ പാത്തിൽ നിന്ന് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി അവരുടെ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ഷൻ ഈസ് ടു ദ റൈറ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ഷൻ ഈസ് ടു ദ ലെഫ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. All the best for your exams. Thank you. If you like this video, please like, share and subscribe. We will see in the next video. Thank you.